ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണോ അല്ലയോ? തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വീണ്ടും ഉയർന്നു കേൾക്കുകയാണ് ഈ ചോദ്യം. വെൽഫെയർ പാർട്ടി നിലമ്പൂരിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നറിഞ്ഞതോടെ കരയിലും വള്ളത്തിലും കാലിട്ട് നിൽക്കുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടില്ലായ്മയും വ്യക്തമായിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണോ അല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം ചരിത്രം പറഞ്ഞു വെക്കുന്നത് മുന്നണി മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിരിക്കുന്ന കോൺഗ്രസ് തന്നെയാണ് അവർ ഇന്ത്യൻ ഭരണഘടനയോട് അവഗണന കാണിക്കുകയും ദേശീയ താല്പര്യത്തിനെതിരെ ചിന്തിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് എന്ന സത്യവാങ്മൂലം നൽകിയതെന്നറിഞ്ഞാലോ? അതെ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ 2014 ജനുവരി 18 UDF സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അബ്ദുൾ സമദ് എന്ന വ്യക്തി ഹൈക്കോടതിയിൽ നൽകിയ പൊതു താൽപര്യ ഹർജിക്ക് മറുപടിയായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് അക്കാര്യം പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക സ്രോതസ്സുകൾ, പ്രത്യയ ശാസ്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് സംസ്ഥാനത്ത് ഉചിതവും നീതിയുക്തവുമായ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു അന്നത്തെ ആ പൊതു താൽപര്യ ഹർജി. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയോട് അവഗണന കാണിക്കുകയും ദേശീയ താൽപര്യത്തിനെതിരെ ചിന്തിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കൃത്യവും വ്യക്തവുമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അന്ന് ആഭ്യന്തര വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന മേരി ജോസഫാണ് UDF സർക്കാരിന് വേണ്ടി ഈ സത്യവാങ്മൂലം സമർപ്പിക്കുന്നത്. ഇത് സമർപ്പിക്കുമ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും KM മാണി നിയമമന്ത്രിയും ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്ന് ഭരണ MLA ആയിരുന്നു. ജമാഅത്തെ ഇസ്ലാമി പണ്ടും ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്, അവർ വർഗീയവാദികളാണ് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന VD സതീശന്റെ വാദവും കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിനും വിനയായിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സത്യവാങ്മൂലം.